വലിയ ആഘോഷത്തോടു കൂടി തന്നെ നാളെ ഈ പദ്ധതിയുടെ തുടക്കം കുറിക്കാനാണ് സർക്കാർ ഒരുങ്ങുന്നത്. പ്രിയദർശിനി എന്ന പേരിലാണ് ഈ സൗജന്യ യാത്ര. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ സഞ്ചരിക്കുന്ന ഒരു ബസ്സും, ആ ബസ്സിൽ അവർ യാത്ര ചെയ്തായിരിക്കും ഈ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കുക. രാവിലെ 8 മണിക്ക് 8:30 മുഖ്യമന്ത്രിയാണ് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നത്. അതോടെ കേരളം എന്തായാലും മറ്റൊരു ചരിത്രത്തിലേക്കാണ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് എന്നതിൽ സംശയമില്ല. ഉദ്ഘാടന ചടങ്ങുകൾക്കുള്ള മുന്നൊരുക്കങ്ങളൊക്കെയും പൂർത്തിയായിട്ടുണ്ട്. UDF സർക്കാരിൻ്റെ ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു KSRTCയിലെ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര. അതിനെക്കുറിച്ച് ആ പദ്ധതിയെക്കുറിച്ച് പലതരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ അവസാനം ആ പദ്ധതിയിലേക്ക് സർക്കാർ എത്തിയിരിക്കുകയാണ്. അത് നടപ്പിലാക്കുമെന്ന ഇച്ഛാശക്തിയോടെ സർക്കാർ ഇറങ്ങിപ്പുറപ്പെട്ടതുപോലെ തന്നെ നാളെ മുതൽ പദ്ധതി ആരംഭിക്കാൻ പോവുകയാണ്. ആ പദ്ധതിയുടെ ഉദ്ഘാടനം നാളെ രാവിലെ 8:30 മുഖ്യമന്ത്രി VD സതീശൻ ഈ തമ്പാനൂർ ബസ് ടെർമിനലിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഞങ്ങളിപ്പോൾ ഉള്ളത് ഈ തമ്പാനൂർ ബസ് ടെർമിനലിലാണ്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിക്കുന്ന ബസ്സാണ് എനിക്ക് പുറകിൽ കാണുന്ന ഈ ബസ്. ഈ സംസ്ഥാനത്തെ മൊത്തം 3125 ഓർഡിനറി ബസ്സുകളിലാണ് ഇത്തരത്തിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചിരിക്കുന്നത്. ആ ബസ്സിൻ്റെ പൊതുവിലുള്ള മാതൃകത ഇങ്ങനെയാണ്. ഇപ്പോൾ ഈ ബസ് ഉദ്ഘാടനത്തിനായി ഒരുക്കിയിട്ടുള്ള ബസ്സാണ്. ഇപ്പോൾ പെയിൻ്റൊക്കെ അടിച്ച് എല്ലാവിധ സജ്ജീകരണങ്ങളോടെയും ബസ് ഇവിടെ എത്തിയിട്ടുണ്ട്. അതിൻ്റെ ട്രയൽ റണ്ണൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഈ ബസ്സുകളുടെ എല്ലാം, അതായത് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചുകൊണ്ടുള്ള എല്ലാ ബസ്സുകളുടെയും മുൻവശത്ത് ഇതുപോലെ പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്ര, ഇത് പദ്ധതിയുടെ പേരാണ്. സ്ത്രീകൾക്ക് തിരിച്ചറിയാൻ വേണ്ടി സ്ത്രീ സൗജന്യ യാത്ര എന്ന് പതിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ പെയിൻറ്റ് ഉപയോഗിച്ച് എഴുതിയിട്ടാണുള്ളത്. മറ്റേത് സ്റ്റിക്കർ രൂപത്തിലാണ് പതിച്ചിട്ടുണ്ടാവുക. ഇപ്പോൾ ഈ ബസ്സിൻ്റെ ഈ മുൻവശത്ത് മാത്രമല്ല, നമുക്ക് ഇതിൻ്റെ വശങ്ങളിലേക്ക് പോയാലും കാണാം. ഇവിടെ സൈഡിൽ ഈ ഫുട്ബോർഡിൻ്റെ സൈഡിലായിട്ട് ഇതിലേക്ക് പ്രവേശിക്കുന്ന ഡോറിൻ്റെ വശത്തായിട്ടും പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്ര എന്ന് പതിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇത് മുൻവശമാണ്. ഇതോടൊപ്പം തന്നെ അതിൻ്റെ പിറകിലേക്ക് സഞ്ചരിച്ചാലും ഈ പുറകുവശത്ത് സ്ത്രീകൾക്ക് കയറാനാകുന്ന, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും യാത്രക്കാർക്ക് കയറാനാകുന്ന ഈ ഡോറിൻ്റെ വശത്തായിട്ട് ഇവിടെയും പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്ര എന്ന് പതിച്ചിട്ടുണ്ട്. ഈ ബസ്സുകളിലൊക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പെയിൻറ്റിലാണ് പതിച്ചിട്ടുള്ളതെങ്കിലും ബാക്കി യാത്ര സൗജന്യം നൽകുന്ന ബസ്സുകളിലൊക്കെ സ്റ്റിക്കർ മാതൃകയിലാണ് പതിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ ബസ് പെയിൻ്റൊക്കെ അടിച്ച് വളരെ മനോഹരമാക്കി നാളെ മുഖ്യമന്ത്രിയും മന്ത്രിമാർക്കും സഞ്ചരിക്കാൻ പാകത്തിൽ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ തമ്പാനൂർ ബസ് ടെർമിനലിൽ നിന്ന് ആരംഭിക്കുന്ന യാത്ര നാളെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും 8:30 ഉദ്ഘാടനത്തിന് ശേഷം നേരെ പോവുക അപ്പുറത്തുള്ള സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിലേക്കാണ്. ഇവിടെ ഇപ്പോൾ ഈ തയ്യാറാകുന്ന വേദിയിലായിരിക്കും നാളെ അതിൻ്റെ ഉദ്ഘാടന ചടങ്ങുകളൊക്കെ നടക്കുക. അതോടൊപ്പം തന്നെ ഉദ്ഘാടന ചടങ്ങിൻ്റെ മുഖ്യ സംഘാടകരിൽ ഒരാളും അതോടൊപ്പം തന്നെ ഈ INTUCയുടെ സംസ്ഥാന ഭാരവാഹികളിൽ ഒരാളുമായ ഷിബു ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇതിൻ്റെ മുന്നൊരുക്കങ്ങളൊക്കെ ഏതുവരെ ആയിട്ടുണ്ട് കേട്ടോ? ഇപ്പോൾ നമുക്ക് നാളെ ഈ സർവീസ് ഉദ്ഘാടനം ചെയ്യേണ്ട ബസ്സുകൾ തമ്പാനൂർ ഡിപ്പോയിൽ എത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ ട്രയൽ റൺ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പന്തലിൻ്റെ പണി ഏകദേശം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. രാത്രിയോടുകൂടി അതിൻ്റെ പണികളും പൂർത്തിയാവും. പിന്നെ സംഘടനം മികച്ച രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിലിപ്പോൾ നാളെ മന്ത്രിമാരും മുഴുവൻ ഈ ബസ്സിലായിരിക്കും സഞ്ചരിക്കാന്നല്ലേ ഇപ്പോൾ അറിയിച്ചിട്ടുള്ള നിലവിൽ? തീർച്ചയായിട്ടും മുഖ്യമന്ത്രി, ഗതാഗത മന്ത്രി, അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യമന്ത്രി, പിന്നോക്കക്ഷേമ മന്ത്രി, 4 മന്ത്രിമാർ, സ്ഥലം MP ആയ ശ്രീ ശശി തരൂർ, അതുപോലെ തന്നെ മേയർ ശ്രീ VV രാജേഷ്, മറ്റ് ജനപ്രതിനിധികൾ വിൻസെൻ്റ് MLA തുടങ്ങി തിരുവനന്തപുരം ജില്ലയിലെ മിക്കവാറും എല്ലാ ജനപ്രതിനിധികളും തന്നെ ഈ ബസ്സിൽ യാത്ര ചെയ്യാനുണ്ട്. നിലവിൽ അറിയിച്ചിട്ടുള്ള നാളെ 8:30 മണിക്ക് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. 9 മണി മുതൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ആരംഭിക്കുമെന്നാണ്. അപ്പോൾ നാളെ ഈ ബസ് തന്നെ സൗജന്യ യാത്ര, മുഖ്യമന്ത്രി യാത്ര ചെയ്തതിന് പിന്നാലെ തന്നെ ഈ ബസ് തന്നെ ആരംഭിക്കുന്നുണ്ട്. ഈ ബസ് മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും മറ്റ് ജനപ്രതിനിധികളെയും തമ്പാനൂർ ഡിപ്പോയിൽ നിന്നും സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുപോയ ശേഷം ആ ബസ് റെഗുലർ സർവീസായി പെരുമാറിലേക്ക് സർവീസ് നടത്തുന്നതായിരിക്കും. സ്ത്രീ യാത്രക്കാരെ ഉൾപ്പെടെ കയറ്റി പെരുമാറിലേക്ക് സർവീസായി പോകുന്നതാണ്. ഇതിൻ്റെ ഇപ്പോൾ പണികളൊക്കെ എവിടെയാണ് പൂർത്തിയാക്കി? ബസ്സിൻ്റെ മുന്നൊരുക്കത്തിന് വേണ്ടിയുള്ള ജോലികളൊക്കെ എവിടെയാണ് പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നത്? ഈ ബസ്സിൻ്റെ മുന്നൊരുക്കത്തിന് വേണ്ടിയുള്ള ജോലികളൊക്കെ എവിടെ? പാപ്പനംകോട് സെൻട്രൽ വർക്സിലാണ് ഇതിൻ്റെ മുന്നൊരുക്കം. പെയിൻറ്റിങ്ങും അതുപോലെ സീറ്റ്, ബാക്കി എല്ലാ നടപടികളും പാപ്പനംകോട് സെൻട്രൽ വർക്സ് KSRTCയുടെ വർക്ക്ഷോപ്പിലാണ് പൂർത്തീകരിച്ചിട്ടുള്ളത്. റെഗുലർ സർവീസ് ചെയ്തുകൊണ്ടിരുന്ന ബസ്സാണല്ലോ. ഇപ്പോൾ ഈ ഉദ്ഘാടനത്തിന് വേണ്ടി നമ്മളതിൻ്റെ ബാക്കി പണികളൊക്കെ പൂർത്തിയാക്കി ഭംഗിയാക്കി എടുത്തതാണല്ലോ. സർവീസ് നടത്തിക്കൊണ്ടിരുന്ന ബസ്സാണ്. എന്നിരുന്നാലും നമ്മളൊരു ഉദ്ഘാടനത്തിന് വേണ്ടി അതിൻ്റെ പൊടിയും ബാക്കി കാര്യങ്ങളെല്ലാം ഒന്ന് ഡെയിലി ക്ലീൻ ചെയ്യുന്നതാണെങ്കിലും നമുക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു ഓർഡിനറി ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ അറിവിൽ KSRTC ഓർഡിനറി സർവീസ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഉദ്ഘാടനത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ നാളെ രാവിലെ 8:30 ഉദ്ഘാടനം. അതിനുശേഷം ഈ ഓർഡിനറി സർവീസുകളിൽ സ്ത്രീകൾക്ക് സൗജന്യമായി യാത്ര ചെയ്യാം. മുൻപ് പറഞ്ഞതുപോലെ അമ്പലത്തിൽ പോകാം, ടൂറിന് പോകാം എന്നുള്ളതൊക്കെയായിരുന്നു വാഗ്ദാനം. അപ്പോൾ ഇപ്പോഴും അമ്പലത്തിലും പോകാം, ടൂറിനും പോകാം. പക്ഷേ ഇപ്പോൾ തമ്പാനൂരിൽ നിന്ന് കയറിയാൽ കഴക്കൂട്ടം വരെയുള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ പോയി മടങ്ങി വരേണ്ടി വരും. പക്ഷേ എങ്കിൽ പോലും ആദ്യഘട്ടത്തിൽ അത്ര ദൂരമെങ്കിലും സൗജന്യമായി ഉണ്ട് എന്നുള്ളൊരു ആശ്വാസമാണ്. അപ്പോൾ
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.